ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് October 24 ആണ്. റോങ്കുട്ടന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് ഞാൻ റോങ്കുട്ടൻ്റെ ബർത്ത്ഡേ വരുവാണ് കേട്ടോ, October 29. ഈ ഒക്ടോബർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യലൈസ്ഡ് മന്താണ് എനിക്ക്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ മക്കളുടെ ബർത്ത്ഡേസ് എല്ലാം ഒക്ടോബറാണ്. അത് October 27, 28, 29, 30 അങ്ങനെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. അതേപോലെ 23 എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്ടോബർ ഈസ് എ സ്പെഷ്യൽ മന്ത് ഫോർ മീ. നേരെ കടയിലേക്ക് പോകാൻ നമ്മൾ വാൾമാർട്ടിൽ വന്നേക്കാണ് ഞാൻ. അപ്പം നമുക്ക് വേഗം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാം. റോങ്കുട്ടൻ്റെയും മൈറൂട്ടിയുടെയും ബർത്ത്ഡേക്ക് ഞാൻ കരുതി ഗുഡി ബാഗ്സ് കൊടുത്തു വിടാമെന്ന്, ഓരോ കുട്ടികൾക്കും കൊടുക്കാൻ. അപ്പോൾ ചോക്ലേറ്റ്സ് മേടിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചേ പറ്റൂ, പീനട്ട് ഫ്രീ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പീനട്ട് ഫ്രീ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അതും മേടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഹലോവിൻ്റെ കോസ്റ്റ്യൂം കണ്ടത്. October 31 ഹലോവിൻ വരിക. അപ്പോൾ കുട്ടികൾക്ക് 2 പേർക്കും എന്തായാലും ഹലോവിൻ്റെ കോസ്റ്റ്യൂം വേണം. അങ്ങനെ തപ്പി അവസാനം റോങ്കുട്ടിന് ഒരു ബാറ്റ്മാൻ്റെ കോസ്റ്റ്യൂമും മേടിച്ചു, ഐറൂട്ടിക്ക് ഒരു പ്രിൻസസിൻ്റെ കോസ്റ്റ്യൂമും മേടിച്ചു. 2 പേരും ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് റോങ്കുട്ടിനെ ഐറൂട്ടിനെയും പിക്ക് ചെയ്യണം. അവരെ കുമോണിലാക്കിയിട്ടാണ് കേട്ടോ എൻ്റെ ഈ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും വേഗം പോവാം, സമയം ഒട്ടും കളയണ്ട. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ, പക്ഷെ $167 എങ്ങനെ വന്നോ എന്തോ. എന്തായാലും പോവുക തന്നെ. നാളെ റോങ്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് നമ്മൾ പിള്ളേർക്ക് റോങ്കുട്ടൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നേക്കുക. ഇന്നിപ്പോൾ ചിക്കൂസും ഉണ്ട് എൻ്റെ കൂടെ. പല കടയക്കടയാണ് ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ അതിൽ സെക്കൻഡ് കടയാണ് കേട്ടോ, ഡോളറാമയിലേക്ക് വന്നേക്കുക. ആദ്യത്തെ കട വാൾമാർട്ടായിരുന്നു. അന്ന് ഞാൻ തനിയാണ് പോയത്, നീ ഉണ്ടായില്ല, നീ ജോലിയിലായിരുന്നു. ഇത് വാൾമാർട്ടിൽ ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഗുഡി ബാഗ്സ് എന്നല്ലേ ഇനി പറയണേ, ഗുഡി ബാഗ്സും പിന്നെ കുറച്ച് ടോയ്സും, കുഞ്ഞു ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. 40 പിള്ളേർക്ക് കൊടുക്കാൻ ഡോളറാമയാണ് ബെസ്റ്റ്. വാൾമാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല, മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഡോളറാമയിലേക്ക് പോവുകയാണ്. പോയിക്കോളൂ. ഓ സോറി, ഞാനാണോ? ഓക്കെ. അങ്ങനെ ഇതാ ഡോളറാമയിലെത്തി കുട്ടികൾക്കുള്ള ക്യാൻഡിൽസ് ആദ്യം തന്നെ ചൂസ് ചെയ്തു. അതിനുശേഷം കൂട്ടുകാർക്ക് കൊടുക്കാനുള്ള ഗുഡി ബാഗ്സും അതിനകത്ത് ഇടാനുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചൂസ് ചെയ്തു. 2 കുട്ടികളുടെയും ക്ലാസ്മേറ്റ്സിൻ്റെ എണ്ണം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത്. റോങ്കുട്ടൻ്റെ ക്ലാസ്സിൽ 30 പേരും ഐറൂട്ടിയുടെ ക്ലാസ്സിൽ 16 പേരും. അപ്പോൾ അത്രയും പേർക്കുള്ള ഗുഡി ബാഗ്സും പമ്പരങ്ങളും പ്ലേഡോസും ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ചോക്ലേറ്റ്സ് ഓൾറെഡി വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതുകൊണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ, അല്ലാതെ ഇന്നത് മാത്രമേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ ഇതാ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ വേഗം പൊട്ടിച്ച് ബാഗിൽ കൂടെ ആക്കാം. ഗുഡി ബാഗ്സ്, നമ്മുടെ ഗുഡി ബാഗ്സ്, ചോക്ലേറ്റ്, പ്ലേഡോ, പമ്പരം. അപ്പോൾ വേഗം പാക്ക് ചെയ്യാം. 2 ചോക്ലേറ്റ്, ഒരു പ്ലേഡോ, ഒരു പമ്പരം. ഡൺ. ഇതിങ്ങനെ ബർത്ത്ഡേക്ക് മാത്രമല്ല, ക്രിസ്മസിന്, വാലന്റൈൻസ് ഡേക്ക്, ഈസ്റ്ററിന്, ഇങ്ങനെ 3 പരിപാടികൾക്കും കൂടി നമുക്കിങ്ങനെ കൊടുത്തു വിടാം കേട്ടോ, ഇഷ്ടമുള്ള ടോയ്സ് എല്ലാം മേടിച്ചിട്ട്. അങ്ങനെതാ ഞങ്ങൾ റോങ്കുട്ടന് കൊടുക്കാനുള്ള ഫുൾ പാക്കറ്റ്സ് റെഡിയാക്കി കഴിഞ്ഞു. 30 പാക്കറ്റും റെഡിയാണ്. അപ്പോൾ ഇതാണത്. അടിപൊളിയല്ലേ ഗൈസ്? നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ ആക്ച്വലി ഒരു പാക്കറ്റിൽ ചോക്ലേറ്റുമായിട്ട് പോവും. എല്ലാവരുടെയും മറ്റേ ബെഞ്ചിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് അതെല്ലാവർക്കും ഓരോന്ന് 2 വീതം ഒക്കെ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ കൈയിട്ടെടുക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും അതിൻ്റെ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഡിസംബറിലെ ആളായതുകൊണ്ടും December 22 ആയതുകൊണ്ടും ക്രിസ്മസ് ബ്രേക്ക് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ സ്കൂളിലൊന്നും അങ്ങനെ ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കേണ്ടതല്ല. ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ കൊണ്ടു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ എക്സാം ടൈം ആയിരിക്കും, അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. പക്ഷേ എൻ്റെ മക്കൾ ഇവിടെയൊക്കെ പക്ഷേ ഇങ്ങനെ ഓരോ പാക്കറ്റിൽ എത്ര പിള്ളേരുണ്ടെന്ന് നോക്കി ഓരോ കുട്ടികൾക്കും പാക്കറ്റിൽ അങ്ങനെ കൊടുക്കണേട്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചു. എനിവേസ് ബാക്കി നാളെ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരാം. ബൈ പറ ചിക്കു. ബൈ. റോങ്കുട്ടോയ് ഹാപ്പി ബർത്ത്ഡേ. റോങ്കുട്ട ഹാപ്പി ബർത്ത്ഡേ.
ബേബി റോങ്കുട്ടാ എൻജോയ് ആയോ? ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ബോയ് ആണോ? എത്ര വയസ്സായിന്ന് പറഞ്ഞിട്ട് പോ. How old are you now? 8 years old, big boy. ബർത്ത്ഡേ ആയാലും എന്ത് ഫങ്ഷൻസ് ആയാലും ഞങ്ങൾക്ക് അങ്ങനെ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ല. ആസ് നോർമൽ ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആ ഗുഡി ബാഗ്സിൻ്റെ ബാഗ് അവന് കൊടുത്തു. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് ബസ് കയറ്റി വിടാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഉമ്മ കൊടുക്കൽ ചടങ്ങായിരുന്നു കേട്ടോ അത്. ട്രീറ്റ്സ് കിട്ടിയോ റോണോനാ? കറക്റ്റ് ഫ്രെഡി കയറി നിന്നായ റൂട്ടി. I know you like playing with them. എന്നതാ റോണോ അത്? Jingo. ജിങ്ക. ഓക്കേ. Did Annie buy this with her money? With her money. Your money. അങ്ങനെ ഞങ്ങളിതാ സേഫയിലേക്ക് വന്നേക്കാണ്. റോങ്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് റോങ്കുട്ടൻ്റെ ചൂസിങ് ആണ് കേട്ടോ ഇപ്രാവശ്യം കേക്ക് മേടിക്കുന്നത്. അല്ലേ റോണോ? നമ്മുടെ ഇവിടെ ഒരു മലയാളി ചേച്ചി ഉണ്ട് കേട്ടോ, ജിഷ എന്ന പേര്. നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി തരും. നമ്മൾ പറയുന്ന ഡിസൈനിൽ ചേച്ചി ചെയ്തു തരും കേട്ടോ. എല്ലാ വർഷവും ഞാൻ അവിടെ നിന്നാണ് കേട്ടോ മേടിക്കാറ്. പക്ഷേ ഈ വർഷം എന്തായാലും അത് നടന്നില്ല, അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സാരമില്ല, ഈ ഒരു വർഷം റോങ്കുട്ടനും ഐറൂട്ടിയും സേഫയിലെ കേക്ക് മേടിക്കട്ടെ അല്ലേ. പിന്നെ അടിയിലൊരു ബ്ലൂ കളർ ഉള്ളത് കൊണ്ട് റോണു ഹാപ്പി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ച ഇതും കൂടെ ചേർത്ത് സെറ്റാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. എന്നിട്ട് ഈശോയ്ക്ക് താങ്ക് യു പറഞ്ഞിട്ട് അത് ബ്ലോ ചെയ്ത ക്യാൻഡിൽ. Just thank you. Thank you, Isho. നീ ബ്ലോ ചെയ്തോ, എന്നിട്ട് കട്ട് ചെയ്തോ. This way? Yeah, no, here. Here. Like triangle? ആര് പാട്ട് പാട്? Happy birthday to you. Happy birthday Now I can do it. to you. Happy birthday, happy birthday, happy birthday to you. Now what do I do it here? ഇല്ല അത് മതി. ഇനി വെയിറ്റ്. ഹാപ്പി ബർത്ത്ഡേ റമദാ. ഹാപ്പി ബർത്ത്ഡേ മുണ്ട. അമദാ. It touched my mouth. ഇല്ലടാ. Say happy birthday ചേട്ടാ. ഇത് അമ്മയുടെ പാപ്പയുടെ മകൾ. Thank you. I want to see. I'm going to put that there. റൂട്ടിക്ക് അമ്മ മേടിച്ചതാ. Oh. അമ്മ ഐറൂന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഐറൂന്റെ ബർത്ത്ഡേക്ക് ഐറൂന് അമ്മ വേറെ നല്ലത് Some മേടിച്ചു. are for me. No, I will open it. It's my birthday. അതെന്താ ഐറു തന്നേറാണോ? I like the part where it's like this. നൈസ്. Like when Is that a dinosaur? it's dinosaur. തിരിച്ചു കാണിക്കുമോനെ? Nice. But You you are out of this world. Hope your 8th birthday is too. We love you, Ronu. Papa, Amma, Iroti. നൈസ്. അത് ഫ്രണ്ട് കാണിച്ചില്ലല്ലോ. നൈസ്. This is a T-Rex. You might not be a space traveler exploring the universe yet. ഹാപ്പി ബർത്ത്ഡേ മുണ്ട. ടു പപ്പാൻ്റെ അമ്മ. ഓക്കെ. Thank you, Amma and Papa. കുട്ടിക്കല്ലേ ആദ്യം അതൊന്ന് കുറച്ച് This one? Wow. Papa, You're Amma, so Iroti. lucky, Rono. അരുട്ടി അരുട്ടി പറഞ്ഞത് പപ്പ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊട്ടിക്ക് എന്നൊക്കെയാന്ന് നോക്കട്ടെ. റോങ്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. 4 ടോയ്സ് ഒറ്റയടിക്ക് തന്നെ കിട്ടിയതുകൊണ്ട് ഞാനും റോയിച്ചിനും ലേഗോസാണ് അവന് മേടിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ഈ ഒരു സൈബോഗ് ഹാൻഡ്. പക്ഷെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് 2 പേർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ചിക്കൂസിൻ്റെ വക ഒരു ജങ്ക ബ്ലോഗ്സും, അതും റോങ്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.